ഇപ്പോൾ തിരുവനന്തപുരത്ത് വലിയ പ്രതിഷേധത്തിന് വഴിയൊരുങ്ങുകയാണ്. ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചാണ്. പോലീസ് ബാരിക്കേഡൊക്കെ സ്ഥാപിച്ച് പ്രവർത്തകരെ തടയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. CPM കോഴി ഫാം എന്നുള്ള ബാനറുകളൊക്കെ ഉയർത്തിയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. M മുകേഷിന്റെയും P ശശിയുടെയും കടകംപള്ളി സുരേന്ദ്രന്റെയും ഗണേഷ് കുമാറിന്റെയും ഒക്കെ ചിത്രങ്ങൾ സ്ഥാപിച്ച ബാനർ ഉയർത്തിയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ബാരിക്കേഡിന് മുകളിൽ ചാടി കയറിയിട്ടുണ്ട് പ്രവർത്തകർ. കഴിഞ്ഞ ദിവസം VD സതീശൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ വാചകമാണ് CPM കോഴി ഫാം ആണ് നടത്തുന്നതെന്ന്. അത് ഇപ്പോൾ പ്രവർത്തകർ കൂടി ഏറ്റെടുക്കുകയാണ് VD സതീശന്റെ വാചകം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. മുകേഷ്, P ശശി, കടകംപള്ളി സുരേന്ദ്രൻ, P ശ്രീരാമകൃഷ്ണൻ, KB ഗണേഷ് കുമാർ, തോമസ് ഐസക് തുടങ്ങിയ ആളുകളുടെ ചിത്രങ്ങൾ പതിച്ച ബാനറുകൾ ഉയർത്തിയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ക്ലിഫ് ഹൗസിന് മുന്നിലാണ് ഈ പ്രതിഷേധ മാർച്ച് നടത്തുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകരാണ് കൂടുതലും ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നത്. AK സ്റ്റെഫൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്റ്റെഫൻ, പറയൂ, എന്തിനാണ് പ്രതിഷേധം? അരിയ, ഇന്നലെ കന്റോൺമെന്റ് ഹൗസിന് മുന്നിൽ SFIയുടെ നേതൃത്വത്തിൽ VD സതീശന്റെ വസതിക്ക് മുന്നിൽ ഒരു പോസ്റ്റർ പതിച്ചിരുന്നു. അതിന് എതിരായിട്ടാണ് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ചും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പ്രതിഷേധവും സംഘടിപ്പിച്ചത്. അല്പം മുമ്പാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് എത്തിയത്. അതിനുശേഷം ഇപ്പോൾ പോസ്റ്റർ പതിക്കുന്നതാണ് കാണുന്നത്. ക്ലിഫ് ഹൗസ് എന്ന് എഴുതിയ ബോർഡിന്റെ മുന്നിൽ പോസ്റ്റർ പതിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ റോഡിൽ മുഴുവൻ ഭാഗത്തും ബാരിക്കേഡ് വെച്ച് പോലീസ് പ്രവർത്തകരെ തടഞ്ഞിരുന്നു. അതിൻ്റെ മുകളിൽ, ബാരിക്കേഡിന് മുകളിൽ ഒരു ഫ്ലെക്സ് കെട്ടിയിട്ടുണ്ട്. CPM കോഴി ഫാം എന്നെഴുതിയ ഒരു ഫ്ലെക്സ് കെട്ടിയിരുന്നു. അതിൻ്റെ ഓടൊപ്പം തന്നെ ബാരിക്കേഡ് മുഴുവൻ പോസ്റ്റർ പതിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അവിടെ നിന്നും പ്രതിഷേധം അവസാനിപ്പിച്ച് ഈ ജംഗ്ഷനിലേക്ക്, ദേവസ്വം ബോർഡ് ജംഗ്ഷനിലേക്ക് എത്തി പോസ്റ്റർ പതിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട്. അതിനിടയ്ക്കാണ് ഇന്നലെ കന്റോൺമെന്റ് ഹൗസിന് മുന്നിൽ SFI പ്രവർത്തകർ ഈ പോസ്റ്റർ പതിച്ചത്. അതിന് എതിരായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെയും എല്ലാ നേതൃത്വത്തിൽ നടക്കുന്നത്. പൊതുവെ സമാധാനപരമായ ഒരു പ്രതിഷേധമാണ്. ഒരു ആശയം മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് കാണാം, ഫ്ലെക്സുകളൊക്കെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ, ക്ലിഫ് ഹൗസിന് സമീപത്താണ് ഇപ്പോൾ ഈ ബാനറുകളൊക്കെ കെട്ടുന്നത്. CPM കോഴി ഫാം ചാർജ് ഷീറ്റ് ഉണ്ടല്ലോ, ആ മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള നട്ടല് DYFIക്കും SFIക്കും ഇല്ലാതെ പോയോ? ആ SFI, നട്ടലില്ലാത്ത കേരളത്തിലെ ഏറ്റവും വലിയ ലൈംഗിക ആരോപണം നേരിടുന്ന ഒരു യുവജന പ്രസ്ഥാനം DYFIയും SFIയുമാണ്. ആ SFIക്കാർ ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ കയറി പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. നമുക്കറിയാം, അദ്ദേഹം എടുത്ത നിലപാട് നമ്മളെല്ലാവരും കണ്ടതാണ്. കോൺഗ്രസ് എടുത്ത നിലപാട് നമ്മളെല്ലാവരും കണ്ടതാണ്. ആരോപണ വിധേയനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാതൃകാപരമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. എവിടെയാണ് പരാതി? എവിടെയാണ് FIR? അപ്പോൾ അതൊന്നുമില്ലാതെ ഏറ്റവും നല്ല ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം മുമ്പോട്ട് പോകുമ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി CPMഉം DYFIയും ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്കറിയാം, ഇതിനകത്ത് ഇതൊരു കോഴി ഫാമാണല്ലോ. ഇതിനകത്ത് മുകേഷ് MLA വളർത്തുന്നുണ്ട്, P ശശിമാരെ വളർത്തുന്നുണ്ട്. അവർക്കെതിരെ നടപടി സ്വീകരിക്കട്ടെ. അവരുടെ രാജ്യം ആവശ്യപ്പെടാൻ എന്തുകൊണ്ട് പിണറായി വിജയന് നട്ടലില്ല? ഈ SFIയും DYFIയും പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്കാണല്ലോ പറഞ്ഞു വന്നത്. അവരെ നേരെ മുകേഷിന്റെ വീട്ടിലേക്ക് പറഞ്ഞിട്ട് അപ്പം നോക്കാം. അതാണ് നമ്മുടെ നിലപാടെന്ന് പറയുന്നത്, ഈ കോൺഗ്രസിന്റെ നിലപാട്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചാണ് നമ്മൾ ഈ കാണുന്നത്. CPM കോഴി ഫാം എന്ന ബാനറുകൾ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം. M മുകേഷ്, P ശശി, കടകംപള്ളി സുരേന്ദ്രൻ, P ശ്രീരാമകൃഷ്ണൻ, CPM കോഴി ഫാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം.